വൈകുന്നേരത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പ്ലാൻ എല്ലാം കുളവാകുമല്ലോ എന്ന്. പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ ഞങ്ങൾ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം കൂടാൻ വന്നേക്കുവാണ് കേട്ടോ. കുറച്ച് മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ എന്തോരം കടകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, കടകളുടെ എണ്ണം കുറച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞങ്ങളിതേ ഫസ്റ്റ് ട്രൈ ചെയ്ത ഐറ്റം ഇതാണ് കേട്ടോ. എന്തോ കടലയൊക്കെ പുഴുങ്ങി അതിനകത്ത് ക്യാരറ്റും ക്യാബേജും ഏതാണ്ടൊക്കെ ഇട്ടിട്ട്, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് അവിടെ പോകുന്നത് ഷോപ്പിങ്ങിനാണല്ലോ. ചിന്തിക്കടകൾ അതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ പലഹാരക്കടയും പണ്ട് മുതലേ എൻ്റെ വീക്ക്നെസ്സാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കമ്മൽ കടയിലും ഞാൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ രാജേഷിനോട് പറയും, ആവശ്യത്തിന് ചില്ലറയൊക്കെ എടുത്തോണം. അവിടെ ചെന്നിട്ട് ഗൂഗിൾ പേ ഒന്നും വർക്കായില്ലെങ്കിലോ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലോ തീർന്ന് എൻ്റെ ഈ ദിവസമേ പോകും. പിന്നെ ഞങ്ങളിതേ കയ്യിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്, ആ പെരുമഴയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് 3 പേർ കൂടെ അയാൾ 100 രൂപയ്ക്ക് ചെയ്തു തന്നു. എന്നോട് ഏതാണ്ട് വൈരാഗ്യം ചെയ്ത പോലെയാണ് ഇയാൾ ചെയ്തു തന്നത്. കണ്ടില്ലേ, ഡാൻസ് കളിക്കാരിട്ടിരിക്കുന്ന പോലെ എൻ്റെ വിരലയിൽ മാത്രം കണ്ടോ. അവളുടെ നന്നായിട്ട് ചെയ്ത്, എൻ്റേത് അത്രയും കൂടെ ശരിയായില്ല. ചേച്ചി കഴിഞ്ഞ ദിവസം വന്ന് ചെയ്തതായതുകൊണ്ടിട്ട് ചേച്ചി ചെയ്തില്ല. ഞാനും അമലും നവ്യയും മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാ കടയിലും കയറി. ഈ വഴി കൂടെ ഇങ്ങനെ രാത്രി 10:30-11 മണിയായപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോഴാണ് പിന്നെയുള്ള ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പലഹാരക്കടയാണ്. പലഹാരം തിന്നാൻ വലിയ ഇതൊന്നും ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അത് വാങ്ങിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തത് ബജിക്കടയിലേക്കാണ് കയറിയിരിക്കുന്നത്. അവിടെ അമ്മയ്ക്ക് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ കോളിഫ്ലവർ ബജിയും അതേമാതിരി കായ ബജിയും ഓർഡർ ചെയ്തു. കോളിഫ്ലവർ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. നിമിഷ നേരം കൊണ്ട് തീർന്നു പോയി. മറ്റേ കായ ബജിക്കകത്തുണ്ടായിരുന്ന ചട്നി കൊള്ളത്തില്ലാത്തതുകൊണ്ട് ആരും കഴിച്ചില്ല, വേസ്റ്റായിപ്പോയി. ഇങ്ങനെ രാത്രിയിൽ ഫാമിലി ആയിട്ടൊക്കെ നിന്ന് റോഡ് സൈഡിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിച്ച ഒരു വട്ടം എനിക്ക് പനി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്നാലും പഠിക്കില്ല. അന്നേരമാണ് അമൽ നോക്കിയപ്പോൾ അവിടെ നല്ല ബോബ ഇരിക്കുന്നു. വെറും 50 രൂപയ്ക്ക് ചോക്ലേറ്റ് ബോബയും അതേമാതിരി ബ്ലൂബെറി ബോബയും. അപ്പോൾ അമൽ ചോക്ലേറ്റ് ബോബ വാങ്ങിച്ചു. എൻ്റെയൊക്കെ വയറ് ഫുള്ളായിരുന്നു. വീട്ടിൽ വന്നിട്ട് ചോറുണ്ണണമല്ലോ. ചേച്ചി മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ചോറ് കണ്ട ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അങ്ങനെ ചോറും എരിശ്ശേരിയും മീൻകറിയും അച്ചാറും പപ്പടവും മീൻ വറുത്തതും എല്ലാം കൂട്ടി രാത്രിയിൽ ഡിന്നറും കഴിഞ്ഞ് പാതിരാത്രിയായി വീട്ടിൽ കയറിയപ്പം. അപ്പം ബായ്.